കൂടെ ഇതെല്ലാം കാണിച്ച് വളർത്തുന്നത് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ BNS 79 കാരൻ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 3 എനിക്ക് പേടിയായി. പ്രൈവസി നുഴഞ്ഞു കയറുന്നതോ അവളെ മോശമായ രീതി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ ആക്ഷൻസ് കാണിക്കുകയോ ജസ്റ്റ് കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഈ BNS 79 പറയുന്നത്. ഈ ലോയർ ലൊണ്ണേഷ് ഒക്കെ എന്ത് ലോ സ്റ്റുഡന്റ് ആണെന്നാ പറയുന്നത്. ബേസിക് സാധനം മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഒരാൾക്കെതിരെ കൊണക്കാനായിട്ട്. എന്നെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പച്ച വീട്ടിൽ പ്രശ്നേഷൻ ക്യാപ്ഷൻ ഇട്ടിട്ട് അതിന്റെ താഴെ ഫെയർ യൂസ് ഡിസ്ക്ലെയിമർ ഇട്ട് ഈ വീഡിയോ എന്റർടൈൻ പർപ്പസിനാണ്, ഇത് ഫെയർ യൂസിലാണ്, റിപ്പോർട്ടിങ്ങും ടീച്ചിങ് സ്കോളർഷിപ്പും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഈ നിയമ സെക്ഷൻ പറയുന്ന ഓരോ ലോയർ ലൊണ്ണേഷന്മാർക്കും ഞാൻ ഒരു നിയമ സെക്ഷൻ അങ്ങോട്ട് പറഞ്ഞുതരാം. Defamation is a criminal offense under the Bharatiya Nyaya Samhita, BNS section 356. It includes the act of harming somebody's reputation by making or publishing written, spoken or symbolic statements. ഇതുപോലെ റിട്ടേൺ ഒക്കെ ആയിട്ട് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നതും ഒരു കമ്പനിയെ അപകീർത്തിപ്പെടുത്തുന്നതും ക്രിമിനൽ ഓഫൻസ് ആണ്. അമ്മയും അച്ഛനും കൂടെ ഡെമോ എല്ലാം കാണിച്ച് പിള്ളേരെ വളർത്തുന്നത് അവരുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ കരുതുന്നുള്ളൂ. ആസ് എ ലോ സ്റ്റുഡന്റ് പച്ച വീട്ടിലെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയാം കാര്യം അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നോർമലായി നീ കൂട്ടിക്കോ, എനിക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഇന്ന ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് പിന്നെ ഞാൻ വരെ ഒരു പറഞ്ഞില്ല. ഫോൺ ഞാൻ അതേ സമയം ചെയ്ത് കാര്യം ജസ്റ്റ് സോപ്പ് ഇട്ട് പറഞ്ഞിട്ട് തുടച്ച് മാറ്റുമായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് പറഞ്ഞു. അതുപോലെ ഞാൻ മുടികൊണ്ടുണ്ട് എനിക്ക് പുതിയ സ്കറ്റുകൾ കാണുന്നിട്ട് ബിഫോർ വിഷ്വൽ എടുത്ത് വെക്കും എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. പിന്നെ ലോ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് നീ കാണുന്ന ഒരുപാട് കറക്റ്റ് കാര്യം തന്നെയാണ്. അതായത് ഒരാൾ പറയുന്ന കാര്യത്തെ ഒരാൾ ചെയ്യുന്ന കാര്യത്തിനെ കംപ്ലീറ്റ്ലി വളച്ചൊടിച്ച് വേറെ രീതിയിൽ അയാൾക്ക് ബുദ്ധിമുട്ട് രീതിയിൽ വളച്ചൊടി ചിത്രീകരിക്കാൻ കറക്റ്റ് നിന്നെ പോലുള്ള തുമ്പിലുകൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം എങ്കിൽ മാത്രമേ ഗോവിന്ദ പോലുള്ള വലിയ വലിയ ക്ലയൻസ് വലിയ വലിയ പൈസയുള്ള ക്ലയൻസിൽ നിന്ന് നിനക്ക് കിട്ടുള്ളൂ. പൈസ ആ പൈസ ഒരു സർവീസ് ആയിക്കോട്ടെ, ആ സാധനം എനിക്ക് കിട്ടും പറയുന്നതിൽ ഒരു കസ്റ്റമറിന് ഒരു ഉപഭോക്താവിന്റെ അവകാശമാണെന്നുള്ളത് ആ ഒരു ബേസ് നിയമവശം പോലും അറിയാനാണ് നിയമം. ഫോൺ വരെ വെള്ളം ഒഴിച്ച് കഴുകണം, ഒരു വണ്ടി കൊണ്ടുചെന്ന് പാർക്ക് ചെയ്തതിനു ശേഷം ചുറ്റിനും നടന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ചെയ്യുന്ന കാര്യമല്ല. നോർമൽ ഹ്യൂമൻ ചെയ്യുന്ന കാര്യം കുഴപ്പമില്ല. നോർമലായിട്ട് നീ വെള്ളം ഒഴിച്ച് കഴുകണം, ഒരു വണ്ടി ചെന്ന് പാർക്ക് ചെയ്തതിനു ശേഷം ചുറ്റിനും നടന്ന് വീഡിയോ എടുക്കണം എന്നത് ഒരു നോർമൽ ഹ്യൂമൻ ചെയ്യുന്ന കാര്യമല്ല. നോർമൽ ഹ്യൂമൻ കാര്യം അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നോർമലായി നീ കൂട്ടിക്കോ, എനിക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഇന്ന ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് പിന്നെ ഞാൻ വരെ ഒരു പറഞ്ഞില്ല. ഫോൺ ഞാൻ അതേ സമയം ചെയ്ത് കാര്യം ജസ്റ്റ് സോപ്പ് ഇട്ട് പറഞ്ഞിട്ട് തുടച്ച് മാറ്റുമായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് പറഞ്ഞു. അതുപോലെ ഞാൻ മുടികൊണ്ടുണ്ട് എനിക്ക് പുതിയ സ്കറ്റുകൾ കാണുന്നിട്ട് ബിഫോർ വിഷ്വൽ എടുത്ത് വെക്കും എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. പിന്നെ ലോ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് നീ കാണുന്ന ഒരുപാട് കറക്റ്റ് കാര്യം തന്നെയാണ്. അതായത് ഒരാൾ പറയുന്ന കാര്യത്തെ ഒരാൾ ചെയ്യുന്ന കാര്യത്തിനെ കംപ്ലീറ്റ്ലി വളച്ചൊടിച്ച് വേറെ രീതിയിൽ അയാൾക്ക് ബുദ്ധിമുട്ട് രീതിയിൽ വളച്ചൊടി ചിത്രീകരിക്കാൻ കറക്റ്റ് നിന്നെ പോലുള്ള തുമ്പിലുകൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം എങ്കിൽ മാത്രമേ ഗോവിന്ദ പോലുള്ള വലിയ വലിയ ക്ലയൻസ് വലിയ വലിയ പൈസയുള്ള ക്ലയൻസിൽ നിന്ന് നിനക്ക് കിട്ടുള്ളൂ. പൈസ ആ പൈസ ഒരു സർവീസ് ആയിക്കോട്ടെ, ആ സാധനം എനിക്ക് കിട്ടും പറയുന്നതിൽ ഒരു കസ്റ്റമറിന് ഒരു ഉപഭോക്താവിന്റെ അവകാശമാണെന്നുള്ളത് ആ ഒരു ബേസ് നിയമവശം പോലും അറിയാനാണ് നിയമം. ഫോൺ വരെ വെള്ളം ഒഴിച്ച് കഴുകണം, ഒരു വണ്ടി കൊണ്ടുചെന്ന് പാർക്ക് ചെയ്തതിനു ശേഷം ചുറ്റിനും നടന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ചെയ്യുന്ന കാര്യമല്ല. നോർമൽ ഹ്യൂമൻ ചെയ്യുന്ന കാര്യം കുഴപ്പമില്ല. നോർമലായിട്ട് നീ